പ്രിയരെ, മുണ്ടഴിയും അമ്മാവ ബെൽറ്റിടു എന്ന കഥാപ്രസംഗത്തിന് ശേഷം പൂത്തിരിവാവ അവതരിപ്പിക്കുന്ന എന്റെ 29ാമത് കഥാപ്രസംഗം. എയറിൽ പറക്കുന്ന ആര്യ ഡ്രൈവർ യദുവുമായുള്ള വിവാദത്തിൽ നിന്ന് ഒന്ന് തലയൂരാൻ ഒരു ഐറ്റം ഇട്ടുകൊടുത്തത്. പക്ഷേ നൈസ പണി പാളി മലയാളി കേറി അങ്ങ് മേങ്ങി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും പറഞ്ഞ് കരയാൻ ഡിവൈഎഫ്ഐക്കാർക്ക് എന്താണ് യോഗ്യത? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. ഡിവൈഎഫ്ഐയിലെ യുവതികളെ പാർട്ടിയിലെ നെറുകെട്ടവന്മാർ കയറിപ്പിടിച്ചപ്പോൾ, പാർട്ടി ഓഫീസിലിട്ട് പീഡിപ്പിച്ചപ്പോൾ എന്ത് നടപടിയെടുത്തു? ആ യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതിയില്ല എന്ന് പറയിപ്പിച്ചവരാണ് സ്ത്രീകൾക്ക് വേണ്ടി വന്നിരുന്നു മൂങ്ങുന്നത്. ഏതോ തുടർ നാടകമാണ്. സഹാക്കൾ ആരെയും അധിക്ഷേപിക്കും, സ്ത്രീ വിരുദ്ധത പറയും, കയറിപ്പിടിക്കും, വേണയിൽ പീഡിപ്പിക്കും. അപ്പോഴൊക്കെ സഹാക്കൾ കൂട്ടുനിന്ന് കൊടുക്കും. തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ സഹപാഠിയോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയ ആർഷോയെ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറിയാക്കി വായിച്ചപ്പോൾ ആര്യയുടെ വായിൽ ബണ്ണായിരുന്നു. മിസ്റ്റർ ഷമീർ, നാളെ അതായത് മൺഡേ രാവിലെ ഇവരോട് കോർട്ടിൽ ഹാജരാവാൻ പറയണം. പറഞ്ഞിരിക്കും മാഡം, കൊണ്ടുവന്നിരിക്കും മാഡം. നിങ്ങളുടെ തലമുതിർന്ന നേതാവ് എം എം മണി സ്ത്രീകളെ നിരന്തരം അധിക്ഷേപിക്കുമ്പോഴൊക്കെ എവിടെയായിരുന്നു ആര്യയുടെ സ്ത്രീപക്ഷ നിലപാടുകൾ? ആര്യ ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തള്ളിങ്ങനെയായിരുന്നു: മര്യാദയുടെ സകല സീമകളിൽ ലംഘിച്ച ഒരു തിരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീവിരുദ്ധ ശക്തികളുടെ കുത്തരങ്ങായി മാറ്റിയ UDF ജാളിയത മറയ്ക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീവിരുദ്ധ സമ്മേളനമായാണ് അവസാനിച്ചത്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും അപമാനിച്ച ഹരിഹരനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഇതായിരുന്നു ആര്യയുടെ തള്ളുകഥ. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.